ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിലെ റയറസ്റ്റ് കോഴ്സുകളാണ്. നമുക്കറിയാവുന്ന കോഴ്സുകൾ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, അതൊക്കെ നമുക്ക് കേട്ടു പരിചയം നമ്മൾ അറിയാവുന്നതുമാണ്. അപ്പോൾ നമ്മൾ അറിയാത്ത കോഴ്സുകളിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കുന്നത് CET ആണ്. CETയിൽ ആദ്യം വരുന്ന കോഴ്സ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അതിൻ്റെ ലാസ്റ്റ് റാങ്ക് 2K റേഞ്ചാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് 10K റേഞ്ച്. പിന്നെ ആർക്കിടെക്ചർ വരുന്നുണ്ട് 36 ആണ് ലാസ്റ്റ് റാങ്ക് വരുന്നത്. GSC തൃശ്ശൂരിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അത് 6K റേഞ്ചാണ്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അത് 20K ആണ്. ആർക്കിടെക്ചർ 126 ആണ് റേഞ്ച് വരുന്നത്, ലാസ്റ്റ് റാങ്ക്. പിന്നെ TKMലും ആർക്കിടെക്ചർ വരുന്നത് 200 ആണ് റേഞ്ച്. കെമിക്കൽ എഞ്ചിനീയറിംഗ് 10K ആണ് റേഞ്ച്. ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അത് 8K ആണ് റേഞ്ച് വരുന്നത്. MA കോതമംഗലത്തിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ്, അത് 8K ആണ് ലാസ്റ്റ് റാങ്ക് വരുന്നത്. പിന്നെ CS ആൻഡ് ഡാറ്റ സയൻസിൻ്റെ ഒരു ബേസിസിൽ വരുന്നുണ്ട്, അത് 5K ആണ് ലാസ്റ്റ് റാങ്ക് വരുന്നത്. പിന്നെ RIT കോട്ടയത്ത് വരുന്നത് റോബോട്ടിക്സ് ആൻഡ് AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട്, അത് 10K റേഞ്ചിലാണ് ലാസ്റ്റ് റാങ്ക് വരുന്നത്. ആർക്കിടെക്ചർ 218 ആണ് വരുന്നത്. NSSൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അത് 23K ആണ് ലാസ്റ്റ് റാങ്ക് വരുന്നത്. പിന്നെ GSC കോഴിക്കോടിൽ CS ആൻഡ് ഡിസൈൻ വരുന്നുണ്ട്, അവിടെ കമ്പ്യൂട്ടർ സയൻസ് ഇല്ല. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈൻ അങ്ങനത്തെ ഒരു കോഴ്സ് വരുന്നുണ്ട്, അത് 12K ആണ് റേഞ്ച് വരുന്നത്. കെമിക്കൽ എഞ്ചിനീയറിംഗ് 10K ആണ് റേഞ്ച് വരുന്നത്. അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ 24K ആണ് ലാസ്റ്റ് റാങ്ക് വരുന്നത്. പിന്നെ GSC പാലക്കാടിൽ ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നുണ്ട്, അത് 11K ആണ് ലാസ്റ്റ് റാങ്ക് വരുന്നത്. GSC വയനാട് സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന കോഴ്സ് വരുന്നുണ്ട്, അത് 37K ആണ് ലാസ്റ്റ് റാങ്ക്. പിന്നെ GSC ഇടുക്കിയിലും ഇൻഫർമേഷൻ ടെക്നോളജി വരുന്നുണ്ട്, അത് 14K റേഞ്ചിലാണ് വരുന്നത്. ഇത് നമ്മൾ ലാസ്റ്റ് ഇയറിലെ 3rd അലോട്ട്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലാസ്റ്റ് റാങ്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള അടിപൊളി വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക.